നമ്മളെ ഉപദേശിക്കുക. മുട്ടിൽ മരം മുറിക്കുന്നത് പോലെ ലീഗിനെ മുറിക്കാമെന്ന് ഏതെങ്കിലും ചാനൽ വിചാരിച്ചാൽ അത് നിങ്ങളെക്കാൾ വലിയ മുതലാളിമാരില്ലേ, നിങ്ങളെക്കാൾ വലിയ മുതലാളിമാർ. ആ മുതലാളിമാർ വിചാരിച്ചിട്ട് ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ, ഈ പാർട്ടിക്ക് ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെയാണോ നിങ്ങൾ ഏത് ചാനലിനെ കൂട്ടുപിടിച്ചിട്ടാണെങ്കിലും ശരി? ഇതിന്റെയൊക്കെ കാരണം എന്താ ഈ വെപ്രാളം? മലയാളം സർവകലാശാലയുടെ ഭൂമി ഏറ്റെടുത്തിട്ട് ഇന്ന് വൈകിട്ട് ഒരു പത്രസമ്മേളനം നടത്തി. ഇന്ന് രാവിലെ മുതൽ ഒരു ചാനൽ വലിയ ബ്രേക്കിംഗ് ന്യൂസ്, UDFന്റെ കാലത്താണ് ഇത് കൊണ്ടുവന്നത്, UDFന്റെ കാലത്താണ്. ഇന്ന് വൈകുന്നേരം 4 മണിക്ക് പത്രസമ്മേളനം നടത്തിയപ്പോൾ പിന്നെ ആ ചാനലിനെ ആരെങ്കിലും കണ്ടവരുണ്ടോ? ഫിറോസ് 4 മണിക്ക് പത്രസമ്മേളനം വിളിച്ചാൽ 6 മണിക്ക് പത്രസമ്മേളനം. ഉരുളക്കുപ്പേരി എന്ന് പറയുന്ന അൽപ്പനെ പിന്നെ കണ്ടോ? ഈ അൽപ്പൻ നേരിട്ട് ഒപ്പിട്ട 17,65,00,000 രൂപ മുതലാളിമാർക്ക്, ലില്ലീസ് ഗഫൂറിനും അതുപോലെ തന്നെ മന്ത്രി ബി അബ്ദുറഹ്മാന്റെ സഹോദരങ്ങളുടെ മക്കൾക്കുമൊക്കെ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചതിന്റെ രേഖകൾ, തെളിവുകൾ സഹിതമുള്ള രേഖകൾ ഇന്ന് മാധ്യമ സമ്മേളനത്തിലൂടെ മാധ്യമങ്ങൾക്ക് കാണിച്ചു കൊടുത്തപ്പോ മിണ്ടട്ടല്ല, ചോദ്യങ്ങളില്ല. ചില മാധ്യമങ്ങൾക്ക് അപ്പോഴും തോത്തി ചാലഞ്ചിനെ കുറിച്ചാണ് അറിയേണ്ടത്. വിഷയം ഡൈവേർട്ട് ചെയ്യണം, വിഷയം വഴിതിരിച്ചു വിടണം. ആരൊക്കെ വിഷയം വഴിതിരിച്ചു വിടാൻ വേണ്ടി ശ്രമിച്ചാലും, ആരൊക്കെയാണ് ഈ 17,65,00,000 ഈ നാട്ടിലെ സാധാരണക്കാരന്റെ കട്ടെടുത്തത്, അത് പിടിച്ചു വാങ്ങുക ചെയ്യുക മാത്രമല്ല, ആ 17,65,00,000 കട്ടെടുക്കാൻ ആരൊക്കെയാണോ നേതൃത്വം കൊടുത്തത്, ആരൊക്കെയാണോ അതിൽ പങ്കാളിയായത്, ആരൊക്കെയാണോ പങ്കുപറ്റിയത്, ആ പങ്കുപറ്റിയവരെയും ജയിലഴിക്കുള്ളിൽ അടക്കുന്നത് വരെയുള്ള സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഒരു സംശയം വേണ്ട. ഈ അൽപ്പനെ മന്ത്രി കസേരയിൽ നിന്ന് പിടിച്ച് താഴെയിറക്കാൻ മുസ്ലിം യൂത്ത് ലീഗിന് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ഈ സമര പോരാട്ടത്തിന് നേതൃത്വം കൊടുത്ത് അത് വിജയിപ്പിക്കാനും മുസ്ലിം യൂത്ത് ലീഗിന് സാധിക്കുമെന്ന് അത്തരം ആളുകളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ സമരം, ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം പ്രഖ്യാപിക്കുന്നു. അഭിവാദ്യങ്ങൾ. ജയ് മുസ്ലിം യൂത്ത്.